ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ എനിക്ക് സുഖമാണ്. എന്നാലും ചെറിയൊരു പനിയുണ്ട്, മാറി വരുന്നുണ്ട്, സൗണ്ടൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ വെഡ്ഡിങ് ഡ്രസ്. അപ്പം എൻ്റെ വെഡ്ഡിങ് ഡ്രസ്സാട്ടോ എനിക്ക് കാണിക്കാൻ മാറും. എല്ലാം കണ്ടു തുടങ്ങിയാലോ, ഒരുപാട് കൊണ്ട് ബോറടിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഹൽദി ഡ്രസ്സ് നോക്കാം കേട്ടോ. ഇതൊരു സ്കേർട്ട് ആൻഡ് ടോപ്പായിരുന്നു കേട്ടോ. ഞാനിത് രണ്ടും കൂടെ ചേർത്ത് അറ്റാച്ച് ചെയ്തതാണ്. എന്നിട്ട് ഈ ടോപ്പിൻ്റെ സെൻറ്ററിൽ വരുന്ന വെട്ടൊന്നും ഇല്ലായിരുന്നു, അത് ഇട്ട് കൊടുത്തിട്ട് മണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പുതിയൊരു മോഡലായിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. മൊത്തം ത്രെഡ് വർക്കാണ്, അത്യാവശ്യം വെയിറ്റൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഈ വെഡ്ഡിങ് ഡ്രസ്സ് എല്ലാം ഒരു തവണ ഇട്ടിട്ടുള്ളൂ, പിന്നെ ഇത് ഇട്ടിട്ടേ ഇല്ല. അപ്പം ഞാൻ ഈ കാണിക്കുന്ന ഡ്രസ്സിൻ്റെയൊക്കെ വില നിങ്ങൾ ചുമ്മാ ഒന്ന് ഗസ് ചെയ്ത് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല ഡ്രസ്സാണ്. ഷാളിലൊക്കെ നല്ല കട്ടിക്കാട്ടോ ബോർഡർ വന്നിട്ടുള്ളത്. ഇത് ഹൽദിക്കൊക്കെ ഇടുമ്പോൾ ആ ഒരു ലൈറ്റിലൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ എൻ്റെ എല്ലാ ഫോട്ടോസും, ഹൽദി ഫോട്ടോയും മെഹന്തിയുടെ ഫോട്ടോയും കല്യാണ ഫോട്ടോ ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം വീഡിയോ അവസാനം വരെ എല്ലാവരും കാണണം. അപ്പോൾ ഇതാട്ടോ ഈ ഡ്രസ്സിങ്ങനെ ഫുള്ളായിട്ട് ഇടുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ്. ഞാൻ സിമ്പിളായിട്ടുള്ളൊരു ഹൽദി ഡ്രസ്സ് എടുക്കണമെന്നാട്ടോ വിചാരിച്ചത്, പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു. എനിക്ക് വെഡ്ഡിങ് ഡ്രസ്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എൻ്റെ മൈലാഞ്ചി കല്യാണത്തിനെടുത്ത ഈ ഡ്രസ്സാട്ടോ. മൊത്തം പേൾ വർക്കാണ്, ഷാളൊക്കെ നല്ല അടിപൊളി ഷാളാട്ടോ. പക്ഷേ ഇതിപ്പോൾ എനിക്ക് ഇടാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റത്തില്ല, ഞാൻ വണ്ണം വെച്ചു. എന്നാലും എനിക്കിത് എപ്പോഴെങ്കിലുമൊക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാ എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ ഇതിടും. പക്ഷെ ഭയങ്കര വെയിറ്റാണ്, സാരിയും കൊണ്ടൊക്കെ പാടാട്ടോ. മൊത്തം പേൾസൊക്കെ ആയതുകൊണ്ട് അവനെ എടുത്തുകൊണ്ട് നടക്കാനും പാടാണ്. വെയിറ്റും നല്ലതുപോലെ ഉണ്ട്, നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പാടാണ്. പക്ഷെ ഞാൻ ഇത് എക്കാലവും സൂക്ഷിച്ച് വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാ. സൗണ്ട് ഇച്ചിരി കുറവാണ്, പനി അങ്ങോട്ട് സെറ്റായി വരുന്നതേ ഉള്ളൂ, അതുകൊണ്ടാണ്. അപ്പം ഇതാട്ടോ എനിക്ക് വെഡ്ഡിങ് ഡ്രസ്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് വെഡ്ഡിങ് ഡ്രസ്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏതാണെന്ന് കമൻറ്റ്. ഇത് കല്യാണ സാരി കേട്ടോ. ഇത് ഇക്കയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാരിയാണ്. പക്ഷേ ഇവർ ഡ്രസ്സ് എടുക്കാൻ പോയ ടൈമിൽ എൻ്റെ വീട്ടിൽ നിന്നും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും പോയിട്ടുണ്ടായിരുന്നു സെലക്ട് ചെയ്യാനായിട്ട്. ഇത് എന്ത് ടൈപ്പ് പട്ടുസാരിയാണെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ വർക്കുകളോ കല്ലുകളോ ഒന്നുമില്ല കേട്ടോ. നല്ല വെയ്റ്റ്ലെസ് ആയിട്ടുള്ള അടിപൊളി സാരിയാണ്. ഈ ഷാൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആദ്യമായിട്ട് അന്ന് അത് ഉടുത്തിട്ടുള്ളൂ, ഒരു തവണ ഉടുത്തിട്ടുള്ളൂ. ഇതെൻ്റെ പെണ്ണ് വിളിക്കുള്ള ഡ്രസ്സാട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് നല്ല വാതിലിന് ഡ്രസ്സ് ഉണ്ടായിരുന്നു. അതായത് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ചെറുക്കൻ്റെ അടുക്കള കാണാൻ വരുന്നൊരു ചടങ്ങ് ഞങ്ങൾക്കുണ്ട് കല്യാണത്തിന് വൈകിട്ട്. അതിനൊരു ഗൗണുണ്ട്, അതെൻ്റെ വീട്ടിലിരിക്കുവാണ്. അതുകൊണ്ട് ഞാനത് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഈ ഒരു ഡ്രസ്സ് പെണ്ണ് വിളിക്ക് കൊണ്ടുവന്നതാണ്. ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. പക്ഷെ വേറൊരു ഡ്രസ്സായിരുന്നു ആദ്യം നമ്മൾ എടുത്തത്, പിന്നെ ഒന്ന് മാറ്റി വാങ്ങിക്കേണ്ടിയായിട്ട് വന്നു. സൂപ്പർ ഒരു സ്കേർട്ടും ടോപ്പായിരുന്നു. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഡ്രസ്സുകളും. ഓർണമെൻറ്റ്സൊക്കെ ഉണ്ട്, അതെല്ലാം എൻ്റെ വീട്ടിലായിപ്പോൾ ഞാൻ വേറൊരു വീഡിയോയിൽ അത് കാണിച്ചു തരാം. ഇതാട്ടോ എൻ്റെ ഹൽദിയും മെഹന്തിയുടെയൊക്കെ ഫോട്ടോ, കല്യാണത്തിൻ്റെയൊക്കെ. അപ്പം നിങ്ങൾക്കിതിൽ ഏത് ഡ്രസ്സ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി വേണം. നിങ്ങളെ സപ്പോർട്ടാണ് എനിക്കെന്നെ മുന്നോട്ടുള്ള യാത്രയ്ക്കുള്ള പ്രചോദനം. അപ്പോൾ എൻ്റെ വെഡ്ഡിങ് വീഡിയോസ് കാണാൻ ആഗ്രഹമുള്ളവർ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇൻഷാ അല്ലാ ഞാൻ അങ്ങനെ ആണെങ്കിൽ അതും കൂടെ ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ.